ഹലോ എവരിബഡി. ഇനി അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്, വാഹന അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ്. രാത്രിയിൽ വണ്ടി ഓടിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രാത്രിയിൽ വണ്ടി ഓടിക്കുന്നവർ നന്നായി റെസ്റ്റ് എടുത്ത് നന്നായി ഉറങ്ങിയിട്ട് വേണം രാത്രി വണ്ടി ഓടിക്കാൻ. ഉറക്കച്ചടവിൽ ഉറക്കളച്ച് ഇരുന്നിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ വണ്ടി ഓടിച്ചാൽ എവിടെയെങ്കിലും നമ്മൾ ഉറങ്ങിപ്പോകും, നമ്മുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും, അപകടങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ അനേക അപകടങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് വെളുപ്പാങ്കാലത്തുള്ള അപകടങ്ങൾ. വെളുപ്പാങ്കാലത്തുള്ള അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഉറക്കളച്ചിങ്ങനെ വരികയാണ്. എവിടെയെങ്കിലും വണ്ടി നിർത്തി കടുങ്കാപ്പിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ കടുചായയൊക്കെ കുടിച്ച് വരികയാണ്, പിന്നെ മുന്നോട്ട് വരിക. ഉറങ്ങുന്നില്ല. വഴിയിൽ ഉറക്കം വന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി അരമണിക്കൂർ ഉറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതെ ആളുകൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയാണ്. അങ്ങനെ അവർ പിന്നെ ഉറങ്ങിപ്പോവും. നമ്മുടെ കൺട്രോൾ വണ്ടിയുടെ ആയിട്ടുള്ള കൺട്രോൾ വിട്ടുപോകും, അപകടം ഉണ്ടാവുകയും ചെയ്യും. അത് ചിലപ്പോൾ ഒരു വാഹനമായിരിക്കില്ല, പല വാഹനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയാണ് ഈ വണ്ടി എന്ന് കയറുന്ന അറിയാൻ പറ്റിയാൽ. ചിലപ്പോൾ ഒരു വീടിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കടയ്ക്കകത്തായിരിക്കും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓടുന്ന വണ്ടിയാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് തന്നെ പോകണം. അപ്പോൾ അതിന് ഏറ്റവും ആവശ്യമുള്ളത് റിലാക്സേഷനാണ്, ഉറങ്ങണം. വിദേശ രാജ്യങ്ങളിലൊക്കെ 2 മണിക്കൂർ വണ്ടി ഓടിച്ചതിന് ശേഷം, യൂറോപ്പിലത്തെ കാര്യം ഞാൻ പറയുന്നു ഉദാഹരണം, റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വണ്ടി ഓടിക്കാവുള്ളൂ എന്നൊരു നിയമമുണ്ട് അവിടെ. അപ്പം നമ്മളത് റെസ്റ്റ് എടുക്കണം. അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഇവിടുത്തെ പോലെയല്ല. അവിടെയൊക്കെ നമുക്ക് ശരിക്കും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാനോ റിഫ്രഷ്മെൻറ്റ്സൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ തന്നെ. അവിടെ വണ്ടി ഇഷ്ടംപോലെ സ്ഥലമാണ്, 2 വശത്തുമുണ്ട്. ഈ പിന്നെ എക്സ്പ്രസ് ഹൈവേയുടെ അവിടെ ജർമ്മനിയിൽ പറയുന്ന ഔട്ടോബാൻ എന്നാണ് പറയുന്നത്, ഔട്ടോബാൻ. ഈ ഔട്ടോബാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേയുടെ 2 വശങ്ങളിലും ഈ പറഞ്ഞ പോലെ ഈ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, റിഫ്രഷ്മെൻറ്റ്സും എല്ലാം. അപ്പോൾ അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ മറ്റേ വശത്തു നിന്നുള്ളവർക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു സൗകര്യം നമുക്കിവിടെ ഇല്ല ശരിക്കുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് നന്നായിട്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപകടങ്ങൾ ചെന്ന് വീഴത്തില്ല ഒരിക്കലും. അതുകൊണ്ട് ഈ വെളുപ്പാങ്കാലത്തുള്ള ഈ അപകടം വളരെ 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 ഗുരുതരമായ ഒരു കാര്യമാണത്, വെളുപ്പാങ്കാലത്തെ അപകടം. കാരണം ഉറക്കം തൂങ്ങി നമ്മൾ പോയി ഉണ്ടാക്കുന്ന അപകടമാണതെല്ലാം. അപ്പോൾ അത് നമ്മൾ കരുതുകയാണെങ്കിൽ, ശരിയായിട്ടുള്ള രീതിയിൽ കരുതുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും, നമ്മുടെ ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും. ഈ അടുത്ത കാലത്ത് ഒരു പ്രിൻസ് എന്ന് പറഞ്ഞൊരു ആൾ ധാർ ജീപ്പുമായിട്ട് പോയി. അത് വെളുപ്പിന് പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോയിട്ട് കായംകുളം വരെ എത്തിയുള്ളെന്ന് തോന്നുന്നു. അവരുടെ വീടെടുക്കാറായെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അയാൾ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് പറ്റി, 2 മക്കൾ അയാളൊക്കെ മരിച്ചുപോയി. ഇനി അടുത്ത ഒരു മോളോ അതും വളരെ ഗുരുതരമായ അവസ്ഥയിലാണെന്ന് അന്ന് ഞാൻ വായിച്ചത്. പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിന്നെ ചില അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അത് നമ്പർ 1. നമ്പർ 2, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല വണ്ടി ഓടിക്കുമ്പോൾ. സ്റ്റിയറിങ്ങിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. ആൽക്കഹോൾ കൺസംഷൻ ഈസ് എഗൻസ്റ്റ് ദ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾസ്. ഒരിക്കലും മദ്യപാനം പാടില്ല. ഒരു ചെറുതാണെങ്കിൽ പോലും എടുക്കാൻ പാടില്ല. ശരി, എന്നാലൊരു 30 ml അടിച്ചിട്ട് പോയേക്കാം, അങ്ങനെ പോലും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഒരു ബിയർ കുടിച്ചേക്കാം. ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാതെ നമ്മൾ ഒരിക്കലും മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. അത് നിങ്ങളോട് ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാണിത് വാസ്തവത്തിൽ. ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അവരോട് മാത്രമല്ല, പൊതുജനങ്ങളോടും വഴിക്കൂടെ നടക്കുന്ന നിരപരാധികളായ ജനങ്ങളോട്, വഴിക്കൂടെ വണ്ടി ഓടിച്ചു വരുന്നവരോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണിത്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ ഓർപ്പിക്കാനുള്ളത് അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, വണ്ടി ഓടിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് അങ്ങനെ മദ്യപാനം ചെയ്യേണ്ടവർ ചെയ്യുക. അല്ലാതെ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നീട് അപകടം വന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് പല പ്രമുഖരായിട്ടുള്ള ആളുകളെ പോലും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഈവൻ IAS കേഡറിലുള്ള ആളുകളെ പോലും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫിലിം സ്റ്റാർസ് ഒക്കെ പിടിച്ചിട്ടുണ്ട് അവരെയൊക്കെ വെള്ളമടിച്ച് വന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, പോലീസിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഗവൺമെൻറ്റിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണത്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവായി നിർത്തണം നമ്മൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പിന്നെ കണ്ണഞ്ചിക്കുന്ന ലൈറ്റാണ് നമ്മുടെ വണ്ടികളുടെ ഇപ്പോഴത്തെ ബൾബുകൾ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡിം ആൻഡ് ഡിപ്പ് ഇതെല്ലാം ഉണ്ട് നമ്മുടെ വണ്ടികൾക്ക്. അപ്പോൾ ആ ഫുൾ ലൈറ്റ് അടിച്ച് കാണിച്ചാൽ നമ്മുടെ കണ്ണഞ്ചിപ്പോവും. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ലോറിയൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നവർക്ക്, കാറുകളൊക്കെ ആയിട്ട് വരുന്നവർ താഴെ കൂടിയാണ് വരുന്നത്. കുറച്ചുകൂടെ താഴെ കൂടിയല്ലേ വരുന്നത്. ലോറിക്കാർ കുറച്ചുകൂടെ മുകളിലായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈറ്റ് നേരെ ആ കാർ ഓടിച്ച് വരുന്ന ആളുടെ കണ്ണിലോട്ടാണ് വരുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പരസ്പരം സഹകരിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സീരിയൽ തുടങ്ങിയാൽ തന്നെ കാരണം അത് തന്നെയാണ്. അത് നിങ്ങളെല്ലാവരും ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിതെല്ലാം ഈ 10-40 പേര് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരിലും എത്തിക്കുകയാണ് വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്ത് എത്ര അധികം ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും അതങ്ങനെ ഒരു ശരിക്കും വൈറലാക്കണം. അങ്ങനെ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒത്തിരി അർത്ഥമുള്ള കാര്യങ്ങളാണെന്ന് പലരും എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. പലരും പറഞ്ഞു എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി അപകടങ്ങൾ, രാത്രിയിൽ കാലങ്ങളിലുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. മറ്റുള്ളവരെ രക്ഷിക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.